അയൽവാസികൾ തമ്മിലുള്ള തർക്കം കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്ന സംഭവങ്ങൾ പതിവായി കേൾക്കുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ 7 മാസം പ്രായമുള്ള കുഞ്ഞിനും പരിക്കേറ്റിരുന്നു. കേസിൽ അയൽവാസികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര സ്വദേശികളായ വിഷ്ണു, വിജേഷ് എന്നിവരാണ് പിടിയിലായത്. കേസിലെ മുഖ്യപ്രതിയായ വിജേഷ് ആക്രമണത്തിന് മുൻപ് കാറിലെത്തി ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഞായറാഴ്ച വെള്ളാരംകുന്ന് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങിയ ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ആക്രമണത്തിൽ ദമ്പതിമാരായ സത്യൻ, ലത എന്നിവർക്കും ഇവരുടെ മകൻ അരുണിനും വെട്ടേറ്റിരുന്നു. അരുണിന്റെ ഭാര്യ അമൃത, 7 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവർക്കും പരിക്കേറ്റു. കേസിൽ പിടിയിലായ 3 പേരും ഇവരുടെ അയൽവാസികളാണ്. കൊട്ടാരക്കര സ്വദേശികളായ വിഷ്ണു, വിജേഷ്, മല്ലിക എന്നിവരാണ് പിടിയിലായത്. മല്ലിക സംഭവ ദിവസം തന്നെ പിടിയിലായിരുന്നു. ആക്രമണത്തിന് മുമ്പ് വിജേഷ് കാറിലെത്തി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അല്ല പേടിയാന്ന് ഇറങ്ങിവാ അണ്ണ ഞങ്ങൾ കുളിക്കാൻ വന്നിടത്ത് വണ്ടി നമ്പർ ഇറങ്ങിവാ. കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുടുംബങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. വിഷ്ണുവും വിജേഷും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.